എന്നിട്ട് 10 ആയല്ലോ. അത് സമയമല്ലേ? ആവശ്യം നീ ഇതൊക്കെ നല്ലപോലെ ഇട്. അമ്മ ഇട്ട് തന്നെ ഇങ്ങനാണോ ഇടുന്നേ? ഇവിടെ ഇരുന്ന് ബോർഡ് എന്താടാ? ഇവിടെ ഇരുന്ന് ബോർഡ് എന്തേ? എന്നിട്ട് എന്നാ പിന്നെ നിങ്ങളുടെ കഥ എടുത്ത് അവിടെ ഇടാൻ വയ്യായിരുന്നോ? അയ്യോ ഇവർക്ക് നാണോ? പെൺപിള്ളേർക്ക് നാണമില്ല. രമേശോ ഓ എടാ വേണ്ട, ഈ ബോർഡ് ഈ സ്റ്റാൻഡ് എടുത്ത് കഞ്ഞിപ്പരയെ കൊണ്ട് കൊടു. ശരി, വിറക് കത്തിക്ക്. ഒന്നുമില്ല, പിള്ളേർക്ക് കഞ്ഞിയെങ്കിലും ശരി. നല്ല സെറ്റപ്പ്. കൊണ്ടുകൊടു. ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തേ ഇതെന്തോടാ? ഫ്ലൈറ്റാന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്റെ അകത്തിരുന്ന സാധനമൊക്കെ എന്ത്? അയ്യോ, നിന്റെ അച്ഛന്റെ തല ഒരു പരുവായി കാണുമല്ലോ. ആണ്, അച്ഛനോട് തയ്യക്കട തുറക്കാൻ പറ. ചെന്നേച്ചാ ഇതാ ഇതൂടെ തൊട്ട് പോയാ വിറക് വരയിലോട്ട്. ഒരു കറിക്കുള്ള വിറകുണ്ട്. ഓ എല്ലാം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? കുറച്ചായിപ്പോയോ? ബാക്കിയുള്ള ആര് പഠിക്കും? ഞാൻ പഠിക്കണോ? ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങളിൽ കുറെ ചോദ്യം ചോദിക്കട്ടെ? കറക്റ്റായിട്ട് ഉത്തരം പറയുമോ? സോക്രട്ടീസ് ജനിച്ചത് എവിടെയാണ്? ഏത് സെക്രട്ടേറിയറ്റിലാണ് സോക്രട്ടീസ് ജനിച്ചത്? നീ ഇത്ര അങ്ങ് അനുയോജ്യമാക്കല്ലേ കേട്ടോ. ഹിന്ദിയിൽ നാളെ എന്നുള്ളതിന് കൽ എന്ന് പറയുന്നു. അപ്പോൾ മറ്റന്നാളിൽ എന്ത് പറയും? നീ കരിങ്കല്ലെടുത്ത് നിന്റെ തലക്കടിക്കണം, അറിയാവോ? ശത്രുക്കളെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണുവിന്റെ ചൂണ്ടുവിരലിൽ കിടന്ന് കറങ്ങുന്ന ആയുധത്തിന്റെ പേരെന്താ? DVD പ്ലെയർ. നിന്നെ എന്തോ ചെയ്യണമെന്നറിയാവോ? നീ ആ പാഠം ഇട്ട് വായിച്ചേ. 21ാമത്തെ പാഠം ഇട്ട് വായിരും. എന്തോടാ ബ്രഷ് നോക്കി പെയിന്റ് അടിക്കുന്നു? നീ പാഠശേഖരം എടുക്കുവാണല്ലോ. പാഠം ഇട. 21ാമത്തെ പാഠം ഇട്. വായിക്കാം. അല്ലടാ, അവസാനം തൊട്ട്. പാട ഇപ്പൊ 63 ആയിരോടാ. പാടയിൽ ചെത്തുന്ന ഇത് പാഠം വായിക്കണം. നീ താഴോട്ട് വായിച്ചാൽ മതി. വരാനോ? പിന്നെ അക്ഷരം നോക്കി പുസ്തകം നോക്കി ഉച്ചാരണ ശുദ്ധിയോടെ വായിക്കണമെന്ന് പറഞ്ഞല്ലേ പാട. ശരിയാണ്. എല്ലാവരും നമ്മുടെ സർക്കാർ ബസ്സിൽ അച്ചടിച്ചതായതുകൊണ്ടാ അതിന്റെ കുഴപ്പമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസം വരും. നമ്മൾ സഹിക്കണം. ആ കായുടെ ഇപ്പുറത്ത് എല്ലാവരും ഒരു ദീർഘം ഇട്ടേ. അപ്പോഴെങ്ങനെ